കേരളത്തിലെ പ്രചാരണം ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ള കേന്ദ്ര നേതാക്കളുമായി ബിജെപി. പ്രധാനമന്ത്രിയും അമിത്ഷായും 2 തവണ വീതവും ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ 3 തവണയും പ്രചാരണത്തിനെത്തുമെന്നാണ് വിവരം. വരും ദിവസങ്ങളിൽ കേന്ദ്രമന്ത്രിമാരും ഗുജറാത്ത്, രാജസ്ഥാൻ, ദില്ലി, ഗോവ, മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പ്രധാന മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനെത്തും. ടി.വി. പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ലഭിച്ച ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുകയാണ് അവർ. 6 സീറ്റെങ്കിലും ലക്ഷ്യമിട്ടാണ് ഇക്കുറി ബിജെപി ഇറങ്ങുന്നതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ അതിന് ആ സീറ്റ് ലഭ്യമാക്കാൻ, അല്ലെങ്കിൽ വലിയൊരു മത്സരം തന്നെ കാഴ്ചവെക്കാൻ ദേശീയ നേതാക്കളെ ഇറക്കി, പ്രധാനമന്ത്രി അടക്കം ഇറക്കി കളം പിടിക്കാൻ ഒരുങ്ങുകയാണ് അല്ലേ? അങ്ങനെ തന്നെയാണ് കീർത്തന. ശ്രുതി പറഞ്ഞതുപോലെ ബി.ജെ.പി. പരമാവധി കേന്ദ്ര നേതാക്കളെ കേരളത്തിൽ ഇറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, ദേശീയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പം വിവിധ കേന്ദ്രമന്ത്രിമാരും സംസ്ഥാനത്തിലെ വിവിധ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തിൻ്റെ ഒരു പോരാട്ടം കൂടിയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ബി.ജെ.പിക്ക് നിയമസഭയിൽ ഒരൊറ്റ അംഗം പോലുമില്ല. നേരത്തെ ഒരു തവണ ആകെ ഉണ്ടായത് നിയമമാണ്. നിയമത്തെ അക്കൗണ്ടിലേക്കാണ് കഴിഞ്ഞ തവണ അത് പൂട്ടിച്ചുകൊണ്ട് CPIM നേതാവ് കൂടിയായ വി ശിവൻകുട്ടി വിജയിച്ചു കയറിയത്. ഇത്തവണ പക്ഷേ കുറച്ച് പ്രതീക്ഷയുണ്ട് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനായി എന്ന നേട്ടമാണ് പ്രധാനമായും ബി.ജെ.പിക്ക് ഉള്ളത്. മാത്രവുമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ച സാഹചര്യം അത് ബി.ജെ.പിക്ക് വലിയ പ്രതീക്ഷ പകരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു 5 സീറ്റെങ്കിലും എന്തായാലും പിടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ബി.ജെ.പി. മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുകയും ചെയ്യുന്നത്. ബി.ജെ.പിക്ക് വലിയ സ്വാധീനമുള്ള പല മണ്ഡലങ്ങൾ സംസ്ഥാനത്ത് ഉണ്ട് എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് വ്യക്തമായതാണ്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലങ്ങളെ A+ കാറ്റഗറിയിലൊക്കെ പെടുത്തിക്കൊണ്ട് അതിനെ തിരിച്ചു പിടിക്കാൻ അത് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. മുന്നോട്ട് പോകുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ ഇത്രയും വർഷം അധികാരത്തിലുള്ള പാർട്ടി, നോർത്ത് ഇന്ത്യയിലടക്കം പലയിടങ്ങളിലും ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തുന്ന പാർട്ടി, അപ്പോഴും കേരളം അവർക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു തുരുത്തായി അവശേഷിക്കുകയാണ്. എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഒരു അംഗത്തെ പോലും ജയിപ്പിക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാനമായി കേരളം അവരുടെ മുന്നിൽ വിലങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെ കേരളത്തിൽ കൂടുതൽ ആളുകളിലേക്ക് പാർട്ടിക്ക് എത്താൻ കഴിയും എന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിവിധ കേന്ദ്ര പദ്ധതികളടക്കം, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും നിരന്തര സാന്നിധ്യമടക്കം പലപ്പോഴും നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ളതുമാണ്. എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഏറ്റവും ചുരുങ്ങിയത് 5 സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ അത് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനുള്ള തിരിച്ചടി കൂടിയാണ്. രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന നിയമമണ്ഡലത്തിലാണ് ഇത്തവണ മത്സരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ബി.ജെ.പിയുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അത് അവരെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. ഇത്തവണ കൂടി ഒരു സീറ്റും കിട്ടിയില്ലെങ്കിൽ അത് ഗുരുതരമായ പ്രതിസന്ധി പാർട്ടിയിൽ ഉണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ്. കീർത്തന, ശ്രുതി.